ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് അപ്പം, ഇടിയപ്പം, പിന്നെ പുട്ട്, ഉപ്പുമാവ്, ബ്രെഡ് ഇതിനോടൊക്കെ എല്ലാത്തിൻ്റെയും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ വിഭവമാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് കറിയാണേ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്നും ഞാനിപ്പോൾ ഇതിൽ തേങ്ങയൊന്നും വറുത്തരച്ചിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാമേ. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം 1 കപ്പ് ഗ്രീൻ പീസ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് ഇട്ടത്, അപ്പോൾ വൈകിട്ടത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് നമുക്ക് കുക്കറിലോട്ടൊന്ന് മാറ്റാം കേട്ടോ. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് സ്റ്റൗവിലോട്ടൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഏകദേശം ഒരു 5 വിസിൽ വരത്തൊക്കെ വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ ഒന്ന് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതവിടെ ഇരുന്നോട്ടെ. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്, പിന്നെ 1 സവാള, കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ വേണ്ടത് 1 തക്കാളിയും, പിന്നെ 3-4 പച്ചമുളക് വേണം, പിന്നെ മല്ലിയിലയും ഇത്തിരി കറിവേപ്പിലയും വേണം കേട്ടോ. ഇഞ്ചി വേണം നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ സവാളയും ടൊമാറ്റോയും പച്ചമുളകും എല്ലാം ഈ ഒരു കണക്കിന് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പം ഇതുപോലെയാണ് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് തേങ്ങ ഒന്നിടാം. അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ വെണ്ണ പോലെ എന്നൊക്കെ പറയില്ല, ആ ഒരു കണക്കിന് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. അതവിടെ ഇരുന്നോട്ടെ. ഇനി ഒരു പാനിൽ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കറിവേപ്പിലൂടെ ചേർക്കാമേ. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ഉണ്ടല്ലോ, അതൊന്ന് ഇടാം കേട്ടോ. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാമേ. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർക്കാം. അതിനുള്ള ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പാണേ. അത്രയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ശരിക്കും പറഞ്ഞത് ഒരു എളുപ്പപ്പണിയാണ്. ഇത്തിരി മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഈ ഒരു കണക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കാമേ. കട്ട് ചെയ്ത ടൊമാറ്റോയും പച്ചമുളകും ചേർക്കാം കേട്ടോ. ഇതോടെ ഞാനിപ്പോൾ ഇഞ്ചി എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്, അതും കൂടെ ചേർത്തോണം കേട്ടോ. നന്നായിട്ടൊരു മൂത്ത മണം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണേ. നല്ലൊരു മണം വരുമ്പോഴത്തേക്കും ഇത് ക്യാമറ അല്പം കട്ടായിപ്പോയി. ഞാനിപ്പം നന്നായിട്ട് മൂത്തോന്ന സമയത്ത് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരച്ച് വെച്ച തേങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് അതിൻ്റെ കൂടെ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കും ഞാനിപ്പം മിക്സിയുടെ ജാറിനെ ഇപ്പോൾ കഴുകി 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണേ. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. എനിക്കൊരു 2 കപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒഴിച്ചതാണ്. ഇതൊരു ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി തിളയ്ക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പം ഞാൻ തേങ്ങ വറുത്ത് അരയ്ക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് കൂടെ ചേർക്കാം കേട്ടോ. എളുപ്പപ്പണിയാണ്, ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എരിയൊക്കെ നിങ്ങളുടെ കണക്കിന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ പച്ചമുളക് കൂട്ടിയാണ് എടുത്തുകൊണ്ടാണ് 1 ടീസ്പൂണ് മുളക് പൊടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ പച്ചമുളക് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുളക് പൊടി കൂട്ടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നോക്കിയപ്പോൾ വെള്ളം കുറവുണ്ട്. അപ്പം ഞാൻ വീണ്ടും 1/2 കപ്പോളം വെള്ളം വീണ്ടും ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇപ്പം വെള്ളം ചേർത്തോണ്ട് ഉപ്പിൻ്റെ കുറവ് വരും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏതിന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മസാല പൗഡർ ചേർക്കാമേ. അതായത് നമ്മുടെ ഈ ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, അത് തന്നെ. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം. ഇനി 2-3 തണ്ട് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പതിയെ നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഇതിനെ പതിയെ മാറ്റാം.
ഇതാ ഈ ഒരു കണക്കാണ് ഞാനിപ്പോൾ ഇത്രയും ആയിട്ട്. ഇത് പക്ഷേ നമുക്ക് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേ ഇത് കുറച്ച് നല്ല കട്ടിയാവും കേട്ടോ. കാരണം വെച്ചാൽ ഗ്രീൻ പീസ് അല്ലേ. അപ്പോൾ ഈ വെള്ളം എത്രത്തോളം ചേർക്കാം അത്രത്തോളം നമുക്ക് ലൂസായിരിക്കും. ഇത് നന്നായിട്ട് ആവി വറക്കുന്നുണ്ട്, അത്ര ചൂടോടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്തിരി എളുപ്പപ്പണിയാണ്. നമ്മൾ വറുത്തരയ്ക്കുക ഒന്നും ചെയ്യാതെ ഇത്തിരി കഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്ക അമ്മമാർക്ക് അറിയായിരിക്കും, ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.